എന്താണ് പൂക്കളം നോക്ക്. ലക്ഷ്മി ചേച്ചിയുടെ പൂക്കളം നോക്ക്. കണ്ടോ എല്ലാരും എത്തിയോ? അസ്നിയോ വായോ, നേരം വെക്കിട്ടൊന്നല്ലടി, എല്ലാരും തുടങ്ങണല്ലേ ഉള്ളൂ. വായോ ബിബി, എവിടെയാ? അസ്നിയൊക്കെ വന്നുട്ടോ. ഞാൻ ഇന്നത്തെ കമന്റ് ഒക്കെ ഒന്ന് നോക്കുവായിരുന്നു കേട്ടോ. ഒന്നും തുടങ്ങിയില്ലാന്ന് വിചാരിച്ചു. ഷാരൂഖ, നീ ആ ക്ലാസ് ഒക്കെ നിർത്തിയിട്ട് വാ, നമുക്ക് കിച്ചണിലേക്ക്. ബിബി ഞാൻ ഇപ്പൊ വരട്ടോ. അതാ ഫോൺ എവിടെ? അസിയേ, ആ തേങ്ങ ഒന്ന് പൊളിച്ചു തരുമോ? ആ ഷെയർബോ, അതത് ഇപ്പം റെഡിയാക്കി തരാം. അല്ല എന്നിൻ്റെ അല്ലേ ഇപ്പോൾ എത്ര ബിയത്തിൽ ഓണായിട്ടിന് ആ കറിഞ്ഞിട്ടേ ഇല്ലാന്ന്. ഞാൻ ഈ ഫുള്ള് ടി വിയിൽ ചാനൽ മാറ്റി നോക്കുമ്പോൾ ഞാനിരിക്കുന്നു പുതിയ സിനിമൻ്റെ അല്ലേ ഇത് കാണുന്നു. എന്തിട്ടിപ്പോൾ പുതിയ സിനിമയല്ലേ ടി വിയിൽ വന്നിട്ട് നോക്കുമ്പോഴേക്കാണ് ഓണത്തിൻ്റെന്ന് കഥ അറിഞ്ഞിട്ടത്. എന്നാലും ഇത്ര ബിയ്യത്തിലായി ഞാൻ ഇരിച്ചിട്ടാ. പിന്നെ യൂട്യൂബ് അപ്പടം കൂടി പൊട്ടിക്കാൻ പറയുമ്പോൾ കുറപ്പായി എന്നിൻ്റെ കാക്ക കൂക്കിക്കൊണ്ടിരിക്കുന്നത് ആയിട്ട എല്ലാം അത്ര നമ്മുടെ അതിൻ്റെ പണിയിൽ തന്നെ ഉണ്ടത്. അസിനി ആ തേങ്ങനൊരിക്കൽ വിളിച്ചു തന്നത് കഥയല്ല പിന്നെ പറയാം. നിങ്ങൾക്കെല്ലാം മുന്നേ അറിഞ്ഞിന ഹസ്രിത്ത ഓണമല്ലായത്. ആയി ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നില്ല ഇന്നാ ഒക്കുണസി നേരെ തന്നെ ഞങ്ങൾക്ക് അറിഞ്ഞിട്ടേ ഇല്ല. വാട്സപ്പിലെല്ലാം കണ്ടിട്ടാകുമ്പോഴേ ഞങ്ങൾക്ക് അറിഞ്ഞ. ഞാൻ എന്തെല്ലോ വീഡിയോയിലാക്കിയിട്ട് ഇടണമെന്ന് ഇരിച്ചിട്ടുണ്ടായിന്. പിന്നെ ബാംഗ്ലൂരിൽ പിന്നെ ഓണമൊന്നുമില്ലല്ലോ, ദീപാവലി. ഞാൻ ആ തേങ്ങ ഒളിക്കും മുന്നേ നിരിച്ചിന് തേങ്ങൻ്റെ വെള്ളത്തിൽ നിന്ന് ഒരു ദിവസം കുടിച്ചേർന്നെന്ന്. ആ ഹസ്രിത്ത അതിനെ പകുതിയും കുണ്ടിൽ മറിച്ചിട്ട്. താങ്ക് യു തസ്രിത്ത. ഞാൻ വേഗം പായസം ആക്കട്ടെ. പിന്നെ ഇവിടെ മുംബൈയിൽ മലയാളി സമാജം എന്തെല്ലാം പരിപാടി വെക്കലുണ്ടായിന് ഓണത്തിന്. ഇക്കുറി ലോക്ക്ഡൗൺ ആയിട്ട് അതൊന്നും ഇല്ല. അന്നെങ്കിലും സാരമില്ല, കൊറോണ കാരണം ഇങ്ങനെ വെറൈറ്റി ആയിട്ടൊരു ഓണം സെലിബ്രേഷൻ ആക്കാൻ നമുക്ക് ചാൻസ് കിട്ടിയില്ലേ. പിന്നെ എന്താ ഷിംസി, നിന്റെ കറിയെല്ലാം റെഡിയായാ? ഇതാ എൻ്റെ പായസം റെഡിയായാവേ. ആരനത്താ ഞാൻ അതിൻ്റെ തന്നെ പണിയിലുള്ളത്. ഇതാ ഞാൻ പച്ചക്കറിയെല്ലാം കവം കൊടുത്തിട്ട് കയറ്റിന് മുറിക്കാന്നല്ലേറ്റ് കഴിഞ്ഞത്. എന്താക്കുന്നവരനത്താ അത് പറഞ്ഞിട്ട് എന്ത് കാര്യമില്ലല്ലോ. ലോക്ക്ഡൗണിൻ്റെ കാര്യവും കൊറോണൻ്റെ കാര്യമൊന്നും പറഞ്ഞിട്ട് കാര്യമൊന്നും ഇല്ല. എന്താക്കാൻ കഴിയുന്നില്ലേ? ഇപ്പോൾ ഒരു സാധനം കിട്ടുന്നില്ല. ഈ കൊറോണ കൊണ്ട് ഒരു സാധനം മേങ്ങാനും പേടിയാന്ന്, പുറക്ക് വരുത്തിക്കാനും പേടിയാന്ന്. എന്താക്കലല്ലേ, പറഞ്ഞിട്ട് കാര്യമില്ല. നമുക്ക് വേണ്ടിയ സാധനം എന്തെങ്കിലും വേണമെങ്കിൽ ഞമ്മ തന്നെ പോയിട്ട് മേങ്ങിയിട്ടാണ് നമുക്ക് കറക്റ്റായിട്ട് കിട്ടണമെങ്കിൽ. ആരെങ്കിലും കൊണ്ടുവന്നെങ്കിൽ അത് ശരിയാവുന്നുമില്ല. പിന്നെ യൂട്യൂബിന് വേണ്ടിയിട്ടെല്ലാം ഉള്ളതായെങ്കിലും പിന്നെ എന്താക്കുന്ന. പിന്നെ ഈ കൊറോണ എന്ന് വെച്ചാൽ യൂട്യൂബ് മാത്രം കുറച്ച് ഒരു ഉഷാറായിട്ടുണ്ടായി. അപ്പോൾ അവർക്ക് കുറേ യൂട്യൂബേഴ്സ് വന്നില്ലേ, എല്ലാവരും സെലിബ്രിറ്റീസ് എല്ലാം യൂട്യൂബുമായിട്ട് വന്നിട്ട് നമ്മളെ ചാനലിന് ഒരു ഇതായല്ലേ ന്യൂസി. എന്താക്കൽ ന്യൂസി ബിയയില്ലേ ഈ ബീട്രൂട്ട് പച്ചടിൻ്റെ കാര്യം നോക്ക്. ബിയോ എന്നാ ബീട്രൂട്ട്. ശരിയാണ്, സത്യം നീ പറഞ്ഞത്. കുറേ യൂട്യൂബേഴ്സ് ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ട്. എനിക്കും അങ്ങനെ സജഷനിൽ കുറേ വരാറുണ്ട് കേട്ടോ. ഞാനും ഇടയ്ക്ക് തുറന്ന് നോക്കാറൊക്കെ ഉണ്ട്, എല്ലാം ഒന്നും നോക്കാറില്ലെങ്കിലും. റംഷി, നിന്റെ എന്തായി സാമ്പാറൊക്കെ റെഡിയായോ? എന്തൊക്കെ റെഡിയാവാറായിട്ടോ? സാമ്പാർ ഇതാ ഏകദേശം റെഡിയായി കൊണ്ടിരിക്കുന്നുണ്ട് ന്യൂസി. നീ കടുകൊന്ന് വറുത്തിടണം. യൂട്യൂബിൻ്റെ കാര്യം പറയാൻ നിന്നാലേ ഇന്ന് നമ്മുടെ ഫുഡ് കഴിക്കലൊന്നും നടക്കൂല. കുട്ടികൾക്കൊക്കെ വിശക്കുണ്ടാവും. നമുക്ക് വേഗം ഫുഡ് കഴിക്കാം. നിഷാന, നീ പോയിട്ട് ഇലയൊക്കെ ഒന്ന് കട്ട് ചെയ്ത് വാ. വായൻ്റെല ഞാൻ തന്നെ വെട്ടണോ? ഏതായാലും ഞാൻ തന്നെ വെട്ടിത്തരാം. നുസ്രി വാ, നമുക്ക് വായൻ്റെല വെട്ടാൻ പോയിട്ട്. മേലെ തൊടിയിലുള്ള കുറച്ചോനെ ഇവിടെ കാടാണ്. ഏതായാലും പാമ്പൊന്നും ഇല്ലേക്കും. ഒന്ന് ശ്രദ്ധിച്ച് കേറിക്കട്ടോ. ശ്രദ്ധിക്കുന്നുണ്ട് നുസ്രി. ഏതായാലും കഴിഞ്ഞ പെരുന്നാളും ഓണമൊക്കെ പ്രളയത്ത് പോയതാ. ഇതങ്ങനെ പോവാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ ഈ ഓണമൊക്കെ എങ്ങനെ കഴിച്ചണമെന്ന് വിചാരിച്ചതാ, ഒക്കെ കൊളാകുകയല്ലേ. നുസ്രി, എന്നാ ഈ വായൻ്റെലൊക്കെ ഇജ്ജ് കൊണ്ടേക്കോ, ഞാൻ ഇപ്പോൾ വരാം. എന്നാ ആയിക്കോട്ടെ, ഇജ്ജ് അതൊക്കെ ഇങ്ങോട്ട് കൊണ്ടാ. അതിമേലൊക്കെ ഉള്ള പൊടിയൊക്കെ അയച്ച് ഞാനൊന്ന് കഴുകട്ടെ. ഒക്കെ പൊടി അടിച്ച് കിടക്കുക. എന്തോരം പൊടിയാണ് ഇതിമേലൊക്കെ ഉള്ളത്. നല്ല വെയിലല്ലേ, മഴക്കാലമായിട്ട് ആകെ മര്യാദക്ക് മഴ പെയ്തു അതില്ല. നല്ല മഴ വരാന്ന് പറഞ്ഞിട്ടോ അതുമില്ല. അല്ലെങ്കിൽ ഒരു ചാറ്റൽ മഴയിൽ ഉണ്ടാവാറുണ്ട്, ഇതിപ്പോൾ അതുമില്ല. എന്തായാലും നന്നായിട്ടൊന്ന് കഴുകട്ടെ. ലക്ഷ്മി,
ആ ലക്ഷ്മി ഇന്നാ ഈ വായൻ്റെ ഒന്ന് അവിടെ വെച്ചാൽ ഇത് ഇത്ര പോരെ നോക്കിയാ ഇതൊന്ന് കട്ട് ചെയ്ത് അവിടെ വീശാളട്ടോ. ആഘോഷങ്ങളുടെ വീണ്ടും വീണ്ടും മലയാളികൾക്കും ഹൃദയം നിറഞ്ഞ